മനുഷ്യരെ പൂർണ്ണതയിലേക്ക് നയിക്കാൻ വായനയ്ക്ക് മാത്രമേ സാധിക്കൂ എന്ന് സംസ്ഥാന കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ. വായനയെ പ്രോത്സാഹിപ്പിക്കുന്ന നയമാണ് സംസ്ഥാന സർക്കാർ എക്കാലത്തും പിന്തുടരുന്നതെന്നും മന്ത്രി പറഞ്ഞു. സംഘടിപ്പിക്കണമെന്നും അതിന് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ വിദ്യാഭ്യാസ വകുപ്പിനോട് ആവശ്യപ്പെട്ടു. ഇതിൽ നിന്ന് നമ്മൾ കാണേണ്ടത് വിദ്യാലയങ്ങളിലായാലും കോളേജുകളായാലും മറ്റുള്ള ഗ്രാമീണ പ്രദേശങ്ങളായാലും ഒക്കെ തന്നെ പുതിയ തലമുറ വായനയിൽ പ്രോത്സാഹനം നൽകുക എന്നുള്ളതാണ്. വായനാ പക്ഷാചരണ പരിപാടികളുടെ ജില്ലാതല സമാപനം തിരൂർ തുഞ്ചൻ പറമ്പിലെ തുഞ്ചൻ സ്മാരക ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വായന എന്നത് ഒരു സംസ്കാരമാണെന്നും വായനയുടെ ലോകത്തെ നാം വിശാലമാക്കേണ്ടതുണ്ടെന്നും ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തിയ മലയാളം സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ അനിൽ വള്ളത്തോൾ പറഞ്ഞു. മലപ്പുറം ജില്ലാ ഭരണകൂടം ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പുകളുടെയും സാക്ഷരതാ മിഷൻ ജില്ലാ ലൈബ്രറി കൗൺസിൽ വിദ്യാരംഗം PN പണിക്കർ ഫൗണ്ടേഷൻ തുടങ്ങിയവയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ചടങ്ങിൽ കുർക്കോളി മൊയ്തീൻ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ VR വിനോദ് മുഖ്യാതിഥിയായിരുന്നു. സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ C അബ്ദുൾ റഷീദ് അവാർഡ് ജേതാക്കളെ പരിചയപ്പെടുത്തി. നഗരസഭാ വാർഡ് കൗൺസിലർ ഷബീർ അലി നെടുമ്പറമ്പിൽ, വിദ്യാഭ്യാസ ഉപഡയറക്ടർ KP രമേശ് കുമാർ, തിരൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി KA ഷറഫുദ്ദീൻ, PN പണിക്കർ ഫൗണ്ടേഷൻ പ്രതിനിധി ജാഫർ കക്കൂത്ത്, വിദ്യാരംഗം ജില്ലാ കൺവീനർ P ഇന്ദിരാദേവി തുടങ്ങിയവർ പ്രസംഗിച്ചു. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ K മുഹമ്മദ് സ്വാഗതവും സാക്ഷരതാ മിഷൻ തിരൂർ നഗരസഭാ പ്രേരക് സതീരത്നം നന്ദിയും പറഞ്ഞു. വായനാ പശ്ചാചരണത്തിന്റെ ഭാഗമായി വിദ്യാരംഗം കലാവേദിയും ജില്ലാ സാക്ഷരതാ മിഷനും നടത്തിയ വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള ഉപഹാര വിതരണവും ചടങ്ങിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, തിരൂർ. ഇനി ഓരോ മാംഗല്യവും മംഗളമാകട്ടെ. നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിലൊതുക്കാൻ ചാസിയ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ്. ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ. പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം. ചാസിയ സിൽക്സ്, വളാഞ്ചേരി.